തനത് നിർമ്മാണ ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച പുരാതന മുസ്ലിം പള്ളിയാണ് കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. 1000 വർഷത്തിലേറെ പഴക്കമാണ് താഴത്തങ്ങാടി പള്ളിക്ക് കണക്കാക്കപ്പെടുന്നത്. പുരാതന പള്ളി കാണാൻ വിശ്വാസികളെ കൂടാതെ നിരവധി സഞ്ചാരികളും എത്താറുണ്ട്. കാണാം പള്ളിയിലെ കാഴ്ചകൾ. മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന മുസ്ലിം പള്ളിയാണ് താഴത്തങ്ങാടി ജുമാ മസ്ജിദ്. കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കാനെത്തിയ മാലിക് ദിനാറിന്റെ മകൻ ഹബീബ് ദിനാർ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ഈ പള്ളി. 1000-ലധികം വർഷത്തെ പഴക്കം പള്ളിക്ക് കണക്കാക്കപ്പെടുന്നു. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ച പള്ളി നോട്ടത്തിൽ ഒരു കൊട്ടാര സദൃശമാണ്. കരിങ്കൽ വാതിലും കൊത്തുപണികളോടുകൂടിയ അകത്തളവും പള്ളിയെ കാഴ്ചയ്ക്ക് അതിമനോഹരമാക്കുന്നു. മരത്തൂണുകളിലാണ് ഇരുനിലകളിലായി പള്ളി നിലകൊള്ളുന്നത്. ശരീരശുദ്ധി വരുത്തി ഉള്ളിൽ പ്രവേശിക്കുന്നതിനായി ഒറ്റക്കല്ലിൽ ചെത്തിയെടുത്ത ഒരു കരിങ്കൽ തൊട്ടി പള്ളിയുടെ മുഖവാരത്തിൽ കാണാം. കിഴക്കേ വരാന്തയിൽ ഖുറാൻ വചനങ്ങളും തടികൊണ്ടുള്ള മോന്താപ്പിൽ കൊത്തുപണികളുമുണ്ട്. തെക്കുംകൂർ രാജാവ് പള്ളിക്ക് സംഭാവന ചെയ്തതെന്ന് കരുതപ്പെടുന്ന ഒരു വാളും പള്ളിയിലുണ്ട്. രാജഭരണം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അവർ ഈ പള്ളിയെ അംഗീകരിച്ചുകൊണ്ട് അവർ കൊടുത്ത വാള് നമ്മുടെ പള്ളിക്കകത്ത് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു അംഗീകാരമാണ്. സാധാരണ രാജഭരണകാലത്ത് ഒരു അംഗീകാരം എന്ന നിലയ്ക്ക് കൊടുക്കുന്നതാണ് വാള്. വിശ്വാസികൾക്ക് മാത്രമല്ല സഞ്ചാരികൾക്കും താഴത്തങ്ങാടി പള്ളി കാഴ്ചയുടെ സുഖാനുഭൂതി പകരുന്നു. ചരിത്രത്തെയും ചരിത്ര നിർമ്മിതിയെയും കാണാനും പഠിക്കാനും നിരവധി ആളുകൾ താഴത്തങ്ങാടി ജുമാ മസ്ജിദിൽ എത്താറുണ്ട്. പരമ്പരാഗത ഇസ്ലാമിക പള്ളികളുടെ നിർമ്മാണത്തിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ വാസ്തുവിദ്യയും തച്ചുശാസ്ത്രവും ഇടകലർത്തിയുള്ള കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദിൻ്റെ നിർമ്മാണം ആരെയും ആകർഷിക്കുന്നതാണ്. വിശ്വാസികൾക്കൊപ്പം സഞ്ചാരികളെയും കൗതുകത്തിലാക്കുന്നു ഇവിടുത്തെ കാഴ്ചകൾ. എസ് ശ്രീകുമാറിനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, കോട്ടയം.